നമസ്കാരം സുഹൃത്തുക്കളെ. സുഖം എല്ലാവർക്കും. ഫുഡ് കഴിച്ചോ? കെ കെ ഫാമിലിയെ കുറിച്ച് അഹാന കൃഷ്ണ ഇട്ട പോസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോ എന്താ പറയാ, നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ ഫാമിലി ഇഷ്ടമാണ്? എനിക്ക് വളരെ ഇഷ്ടമല്ല. കാരണം ഇവരുടെ പാരന്റിങ് എന്ന് പറഞ്ഞത് നമുക്ക് ഈ ജെൻസി പിള്ളേർ ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, നമുക്ക് ഒരു ആസ് എ ഫാദർ എനിക്ക് നമ്മളെല്ലാവരും നമ്മളെ മക്കളെ എങ്ങനെ വളർത്തുന്ന ആഗ്രഹിക്കുന്ന ആൾക്കാരേക്കാണ്. ഇവര് എന്ത് പറഞ്ഞിട്ട് നിങ്ങൾ ആരെ വേണേലും വിളിച്ചുകൊണ്ട് വന്നു, അങ്ങനെ ഒരു 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 ഇമേജ് ഒരു നമ്മളെ കുട്ടികൾക്കും ഒരു എന്റെ അച്ഛനും അല്ലെങ്കിൽ എന്റെ ഉപ്പ ഇങ്ങനെ ആയിരുന്നെങ്കിൽ ആരെ വേണമെങ്കിലും അത് പ്രതീക്ഷിക്കാണ്ട് ഇവര് കാണിക്കുന്ന പറഞ്ഞ് ചിലപ്പോൾ കാണിച്ചു തരും. അപ്പൊ നമുക്ക് അങ്ങനെ ആസ് എ ഫാദർ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. പൊളിറ്റിക്കലി അതും ഇഷ്ടമല്ല. അപ്പം ഇപ്പൊ അന്ന് ഞാൻ അതിന് കമന്റ് ഒന്നും കൊടുത്തില്ല. പക്ഷെ ഇപ്പോ പാരന്റിങ്ങിന്റെ കുറവ് എന്താണ് ഏതാണെന്ന് അവർ നിന്ന് കാണിച്ചിരുന്നുണ്ട്. എല്ലാരൊക്കെ 3 മക്കളും അല്ലെ 3 പേരിന്ന് കാണിച്ചിരുന്നുണ്ട്. നമുക്ക് ഇത് വ്യക്തമായിരുന്നു. കെട്ടിക്കഴിഞ്ഞും കാണിച്ചിരുന്നുണ്ട്, ചെറിയ കുട്ടിയും കാണിച്ചിരുന്നുണ്ട്. മനസ്സിലായില്ലേ? നമുക്ക് ആ ഓഡിയോക്ക് പോകാം. ഞാൻ ഈ ഓഡിയോ എടുത്തിട്ടുള്ളത് ഓഡിയോ അല്ല, ഈ പോസ്റ്റ് എടുത്തത് സന്ദീപാണ് എടുത്തതാണ്. എൻ്റെ കയ്യിൽ വേറെ ഫോണില്ല നോക്കിയതാക്കാനൊന്നും. പിന്നെ ഇതിൽ എങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല. ആകെ അറിയുന്നത് ഇങ്ങനെ ഈ വോയിസ് ഓവർ ആണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ അതൊന്ന് ക്ഷമിക്കുക. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി സോഷ്യൽ മീഡിയയിൽ നടന്ന സംഭവങ്ങൾ തന്റെ കുടുംബത്തെയും തന്നെയും വളരെയധികം വേദനിപ്പിച്ചെന്ന് അഹാന പറയുന്നു. നമ്മളാരും എന്താ പറയാ, നമ്മളിപ്പോ ആരും അവർക്ക് വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോണ പോക്കിൽ അവരെ കണ്ടപ്പോൾ 4 വഴക്ക് പറഞ്ഞങ്ങാണ്ട് എല്ലാവരും അങ്ങനെ പോയേക്കല്ല. അവര് ഒരു കണ്ടന്റ് ആക്കിയിട്ട് അവരുടെ കുടുംബക്കാരെ വിട്ടു. അതെ, അപ്പൊ നമ്മളെ വീട്ടിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ 4 ചുമരുകൾക്കിടയിൽ നിന്നിട്ട് സംസാരിക്കുമ്പം വഴിയെ പോകുന്ന ആരെങ്കിലും അത് കേട്ടാൽ അവര് പോലും അത് പുറത്തു പോയി പറയൂല. പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ പറഞ്ഞു പറയത്തില്ലെങ്കിലും എന്താ പറയാ, ഞാൻ പറഞ്ഞു നീ ഒന്നും അറിയില്ല, എന്താ അറിയില്ല, അവർ അങ്ങനെയൊക്കെ ഒന്നും തൊടാതെ സംസാരിക്കുള്ളൂ. അപ്പൊ നമുക്ക് സംസാരിക്കാം. ഇതെനിക്ക് വിഷമമായിട്ടോ, നിങ്ങൾ എന്താ അങ്ങനെ എങ്ങനെ പറഞ്ഞൊക്കെ പറഞ്ഞുകൊണ്ട്. നേരെ മറിച്ച് പുറത്തിറങ്ങിയിട്ട് നാട്ടുകാരും വീട്ടുകാരും എല്ലാം മൊത്തം വഴിയെ പോകുന്നവരൊക്കെ കേൾക്കെ വഴക്കുണ്ടാക്കിയിട്ട് ഒരു സമയം കഴിഞ്ഞപ്പോ എനിക്ക് വേദനിച്ചു എന്ന് അവിടെ പോയി പറഞ്ഞാൽ എന്താ ഉണ്ടാക്കുക? അത് ലോജിക്ക് എനിക്ക് മനസ്സിലായില്ല. ചെയ്യുമ്പോൾ ഓർക്കേണ്ട കാര്യമില്ല ഇതൊക്കെ. കുടുംബകാര്യങ്ങൾ പൊതു ചർച്ചയാകാൻ തങ്ങൾ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. എന്നാൽ അങ്ങനെ നിങ്ങൾ പറയരുത് കേട്ടോ. നിങ്ങൾ ചർച്ചയാകാൻ ആഗ്രഹിച്ചിരുന്നു. നിങ്ങൾ എന്താ വർത്തമാനം പറയുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ എന്താ കാണിക്കുക? നിങ്ങൾ ഈ തൻവി പോസ്റ്റ് ഇട്ടപ്പോ തൻവിക്ക് വിളിച്ചത് ഡിലീറ്റ് ചെയ്യിപ്പിച്ചിട്ട് നിങ്ങൾ ഇങ്ങോട്ട് പോവാ. നിങ്ങൾ ഒന്നുകിൽ ഞങ്ങൾ അങ്ങോട്ട് വരാം, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് പോവാ. എന്താ പ്രശ്നം? നമുക്ക് സംസാരിക്കാം. ഇത് നമ്മളെ കുടുംബകാരല്ലേ, ഇതൊക്കെ നാട്ടുകാരഞ്ഞ മോശമല്ലേ? അമ്മ നോക്കുന്നില്ല അമ്മമ്മയെ എന്നൊക്കെ അറിഞ്ഞ എന്താ ചെയ്യുക? എന്നിട്ട് അവർ കണ്ട് സംസാരിച്ച് ഒപ്പിരുന്ന ഒരു വീഡിയോ ഒക്കെ ഇട്ട് അതൊക്കെ അല്ലായിരുന്നു വേണ്ടുന്നത്. പകരം എന്താ കാണിച്ചത്? പകരം നിങ്ങൾക്ക് എങ്ങനെ ഡാമേജ് ആയോ അതേ ഡാമേജ് നിങ്ങൾ തിരിച്ചു കൊടുക്കാൻ നോക്കി. എങ്ങനെ നിങ്ങൾ കൊടുത്തത്? സിന്ധു പറഞ്ഞ വ്യക്തി ചോദിക്കുന്നു, നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ അമ്മയെ കുറിച്ച് മോശം പറയാന് നിങ്ങളുടെ മകളെ നിങ്ങൾ അനുവദിച്ചു? നാളെ നിങ്ങളുടെ പറഞ്ഞ മകൾക്ക് ഒരു മകൻ ഉണ്ടായി കഴിഞ്ഞാൽ ആ മകൻ നിങ്ങളുടെ പേരെക്കുട്ടി നിങ്ങളെ കുറിച്ച് മോശം പറയാന് നിങ്ങൾ ഇപ്പൊ സപ്പോർട്ട് ചെയ്ത് നിങ്ങളെ ഈ മകള് ആ മകനെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് എങ്ങനെ വേദനിക്കുമെന്ന് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് കാണാം. ഈ അമ്മമാരെ അച്ഛന്മാരെയൊക്കെ വേദനിപ്പിച്ച ഒരാളും സങ്കടപ്പായിരുന്നിട്ടില്ല. ഇല്ല. അമ്മക്കെതിരെ തനിക്ക് അന്യായമെന്ന് തോന്നിയ വിമർശനങ്ങൾ വന്നപ്പോൾ സത്യം പറയാനാണ് അമ്മക്കെതിരെ അന്യായം. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ആൾക്കാരാകുമ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്നവരുണ്ടാവും, നിങ്ങളെ വെറുക്കുന്നവരുണ്ടാവും, നിങ്ങളെ ട്രോൾ മെറ്റീരിയൽ ആയിട്ട് കാണാൻ നിൽക്കുന്ന എല്ലാവരും ഉണ്ടാകും. നിങ്ങൾ ഈ കാര്യം വന്നിങ്ങാണ്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ ശരിയാണല്ലോ നമുക്കൊന്ന് പോയി കാണരുത് മോദി, ഇത് നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നമ്മളത് ചെയ്തിട്ട് നമ്മളത് ചെയ്യും. ഒരു റോൾ മോഡലിന്റെ പോലെയൊക്കെ അല്ലേ ഒരു വലിയ ഫേമസ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ചെയ്യേണ്ടത്. അല്ലാതെ നിങ്ങൾ തമ്മിൽ തരുന്നത് കാണിക്കുകയാണോ നിങ്ങൾ വേണ്ടത്? അല്ലല്ലോ. ശരി, ഇങ്ങനെ ഞാൻ പോയി എന്താണെന്ന് അറിയില്ല, നമ്മൾ പോയി സംസാരിക്കട്ടെ എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ട് നിങ്ങൾ പോയി സംസാരിക്കല്ലായിരുന്നു വേണ്ടത്. അതൊക്കെ ഇട്ടിട്ട് അങ്ങനെയല്ല. അപ്പൊ അപ്പോഴല്ലേ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾ റീച്ച് കൂടും, നിങ്ങളുടെ ഫോളോവേഴ്സിന് എണ്ണം കൂടും, നിങ്ങളുടെ സ്നേഹം കൂടും, ഇതെല്ലാം കൂടും. പകരം നിങ്ങൾ എന്താ കാണിച്ചത്? തെണ്ടിത്തരല്ലേ കാണിച്ചത് നിങ്ങൾ? ആ സ്ത്രീയുടെ വയസ്സെങ്കിലും നിങ്ങൾ മാനിക്കണമായിരുന്നു. അത് വയസ്സായിട്ടുണ്ട്, അത് പ്രായമായിക്കണേ. അത് ഭർത്താവ് മരിച്ച് ഇപ്പൊ ഇങ്ങനെ നിൽക്കുകയാണ്, ആരുമില്ല. സങ്കടം പറയണം. ആ സങ്കടത്തിന്റെ പുറത്ത്
ഈ പ്രായമായ ആൾക്കാർ പിന്നെ കുട്ടികളെ പോലെയാണ്. അവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവരെന്തും പറയും. ഈ ഫിള്ളപ്പ നിങ്ങളെ വീട്ടിൽ ചെറിയ പൈതലില്ലേ, അതേ മനസ്സാണ് ഏറ്റവും വയസ്സായിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാകുക. അവർക്ക് അവര് തോന്നിയ കാര്യങ്ങൾ അവർ ചെയ്യും പറയുള്ളൂ. മനസ്സിലായില്ലേ? അവർ ഒക്കെ ഇത്ര പ്രായമായില്ലേ. അതിൽ പ്രായം കഴിഞ്ഞാൽ പിന്നെ പ്രായം ചെറുതാകുകയാണ്. എണ്ണ കൂടുന്നു, മനസ്സിന്റെ പ്രായം ചെറുതാകുകയാണ്. വയസ്സിന് മേലേക്ക് പോകും, 60, 70, 80 അങ്ങനെ പോകും. പക്ഷെ അത് മനസ്സ് ചെറുത് കുഞ്ഞു കുട്ടിയാകാണ്. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള ബോധമില്ലായിരുന്നു. വലിയ പാരന്റിങ്ങിന്റെ ആൾക്കാരാണല്ലോ നിങ്ങളൊക്കെ. നാളെ നിങ്ങളെ ഇവർ ഇതേപോലെ ഇങ്ങനെ കാണിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. പ്രതികരിച്ചതെന്നാണ് അവർ ആദ്യത്തെ ആ ഒരു പേജിൽ പറയുന്നത് കേട്ടോ. കുടുംബകാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ട് രണ്ടാമത്തെ പേജിൽ എന്താ വെച്ചാൽ മുത്തശ്ശിയുമായി 2025 ഒക്ടോബർ മുതൽ ബന്ധം മോശമായിരുന്നു എന്ന് ആന പറയുന്നു. മുത്തശ്ശി വളരെ മോശമായും അപമാനകരമായും ആണ് താൻ. ഒരു കൊല്ലായിട്ടുള്ളൂ, ഒറ്റ കൊല്ലായിട്ടുള്ളൂ ഇത് ഈ പ്രശ്നം. ഈ മുത്തശ്ശിയുമായിട്ടുള്ള ബന്ധം മോശമായി കണ്ടിങ്ങനെ അതിന് മുന്നേ സംസാരിക്ക പോകുക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പെരുമാറിയത്, സംസാരിച്ചത് ഒരിക്കലും മറക്കാനാകാത്ത മുറിവുകളാണെന്നും പറയുന്നുണ്ട്. പണത്തിന് സ്വത്തിനു വേണ്ടിയുള്ള തർക്കമല്ല ഇതൊന്നും. അത് പറയാൻ പറ്റില്ല. പണത്തിനോ സ്വത്തിനോ അല്ല ഒന്നും പറയാൻ പറ്റില്ല. നിങ്ങളുടെ കാര്യം അതുകൊണ്ട് നിങ്ങൾ ഒന്നും പറയാൻ പറ്റില്ല. തൻവി ആയിക്കോട്ടെ, നിങ്ങളായിക്കോട്ടെ. ഇപ്പൊ കേരളത്തിലുള്ള മുത്തശ്ശിന്റെ കയ്യിൽ നല്ല സ്വത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിനല്ലാതെ അത് ഏറ്റവും കൂടുതൽ നോക്കുന്ന ആരാണ്? അവർക്കത് മുത്തശ്ശിയുടെ സിനിമയിലെ കാണുന്ന പോലെ അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കണമെന്നാണ് എന്റെ തോന്നൽ കേട്ടോ. സത്യം നിങ്ങൾക്കറിയില്ല. പിന്നെ എന്താ പറയാ, ഇതിന്റെ മുന്നേ പറഞ്ഞ കാര്യം പറഞ്ഞല്ലോ. അപ്പൊ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. മുത്തശ്ശി എന്നെ അത് കാട്ടി ഇത് കാട്ടി. നമ്മളെ വീട്ടിലേക്ക് നമ്മൾ നോക്കിയാൽ അറിയാം. നമ്മളെ വീട്ടിലെ വല്യന്മാർക്ക് ഇഷ്ടപ്പെട്ട പേരക്കുട്ടികൾ ഉണ്ടാവും. അതിന് അസൂയപ്പെട്ട് കാര്യമില്ല, അത് അങ്ങനെയാണ്. എന്റെ വീട്ടില് എനിക്ക് അത് നമ്മൾ സ്നേഹത്തോടെ കണ്ടാൽ മതി. അത് നമുക്കും ഇഷ്ടപ്പെട്ട ആളുകൾ ഉണ്ടാകും. എല്ലാവരുടെ വീട്ടിലും അത് അങ്ങനെ ഉണ്ടാകും. അത് നമ്മളെ മക്കൾക്കുള്ളിലേക്ക് അതിന് വിഷമായിട്ട് കുത്തിവെക്കുക. അത് സാരമില്ല പോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേർതിരിവല്ല, അത് അവർക്ക് അത് അങ്ങനെ ആയി പോകുന്നതാണ്. എന്തെങ്കിലും ഒരു കാരണം അത് അവർക്ക് മനസ്സിലുണ്ടാകും. അത് പ്രത്യേകിച്ചൊരു കാരണം ചെറുപ്പത്തിൽ തന്നെ അവരെ നോക്കില്ല അങ്ങനെയൊന്നുമല്ല. അത് അവർക്കുള്ളിൽ എന്തെങ്കിലും ഒരു സോഫ്റ്റ് കോൺ ഉണ്ടായിപ്പോയേക്കും. അത് നമുക്ക് ചെയ്യാൻ പറ്റുക. ഇപ്പൊ എന്റെ മോളെ എന്താ പറയാ ഉമ്മ അടിക്കുന്നുണ്ട്, തല്ലുന്നുണ്ടെന്ന് വിചാരിച്ചെങ്ങാണ്ട് എനിക്ക് എന്റെ ഉമ്മാനോട് എന്റെ മോൾക്ക് അങ്ങനെ എങ്ങനെ പറയാൻ പറ്റും? നിങ്ങൾക്ക് ആർക്കും പറ്റുമോ? എന്നെ വലുതായിട്ട് പറയാണ്, എന്റെ വല്യമ്മ എന്നെ കുറെ അടിച്ചിരുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ് അതാണ് ഇതാണ് പറയാൻ അല്ലേ? അങ്ങനെ അതപ്പോ ഇത് പൊളിഞ്ഞ പാരന്റിങ് ആയില്ലേ? പോട്ടെ സാരല്ല, വല്യമ്മയല്ലേ, അങ്ങനെയല്ല കാര്യമൊക്കെ നിൽക്കണ്ട. അതങ്ങനെ പറഞ്ഞു കൊടുത്ത് നമ്മളെ മക്കളുടെ മനസ്സിലേക്ക് സ്നേഹമായിട്ട് കൊടുക്കേണ്ടത്. കാരണം നമുക്കതേ കിട്ടുള്ളൂ. നമ്മൾ വെറുപ്പ് കൊടുത്താൽ നാളെ എന്റെ മകളെ ഇനിയിപ്പോ എന്റെ ഉമ്മ തല്ലുമ്പോ ഞാനും ഇങ്ങനെ പഠിപ്പിക്കാം എന്നേ എന്റെ മകള് പിന്നെ പഠിച്ചു വരുള്ളൂ. നേരെ മറിച്ച് ഇതിങ്ങനെ സാരല്ല, വല്യമ്മയല്ല. പിന്നെ അവർ സ്നേഹിക്കുമ്പം അത് അവർ തിരിച്ചിങ്ങോട്ട് നൽകും. അത് അല്ലാതെ ഇങ്ങനെ കൊയിന്നും കാട്ടി നിന്നാലേ ഇവളെ കണ്ടാലേ അറിയാം. ഇവളുടെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ഇവള് ആലേപനം ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇവള് ഭയങ്കര സാധനമാണ്. സഹോദരിമാരും സ്വന്തം അധ്വാനത്തിലാണ് ജീവിതത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ കള്ളമാണ്. ഈ അധ്വാനത്തിലാണ്, സ്വന്തം അധ്വാനത്തിൽ ജീവിക്കുന്നത് പറഞ്ഞില്ലേ? നിങ്ങൾക്ക് ഇപ്പം നമ്മൾ ചില ഭയങ്കര പ്രമുഖരായിട്ടുള്ള ആൾക്കാരെ കാണാം. എന്റെ വീട്ടിലെ തോട്ടത്തിലെ പുല്ല് ചെത്തി വിറ്റാ കിട്ടും എനിക്ക് ഒരു മാസം സുഖമായിട്ട് ജീവിക്കാനുള്ള പൈസ എന്നൊക്കെ പറഞ്ഞാൽ ചില നേതാക്കന്മാരൊക്കെ ഭയങ്കര വില കളിക്കും. എന്നിട്ട് ഇവരെന്താ ഒരു പണിക്കും പോകാതെ ആ പുല്ല് വെട്ടി ജീവിക്കാത്ത എന്താണ്? ആ പുല്ലിന് വെള്ളം വെച്ച് കൊടുത്താൽ പോരെ? അതിങ്ങനെ വളർന്ന് അങ്ങനെ വെട്ടി വിറ്റാ പോരെ? മാസാകുമ്പോ വരൂലേ? ഇത് വെറും ഇതൊക്കെ പൈസക്ക് വല്ലത് വേറെ ഒന്നിനല്ല. ഇവരുടെ കാര്യത്തിൽ ഇവർക്ക് ഡാമേജ് ആയി. ഇവര് എല്ലാരും മുന്നിൽ നിന്ന് ചെറുതായി. ഇവർ സ്വയം വെളുപ്പിച്ചിട്ട് കാണിച്ചു കൂട്ടിയത് എന്തായിരുന്നു? ശാരീരികമായി ആക്രമിക്കുന്ന ആരോപണം പൂർണ്ണമായും തെറ്റാണ്. അതിന് വിരുദ്ധമായി ഓഡിയോ വീഡിയോ പറയുമ്പോ ഇവർക്ക് ഇതല്ലാതെ ഇവരൊക്കെ പറയും, ഒന്നും വിടൂല. വിടുന്നതോ ഒക്കെ ഇവർക്കനെ തിരിഞ്ഞു കുത്തും ചെയ്യും.
ഇപ്പൊ ശാരീരികമായിട്ട് ആക്രമിച്ച കാര്യം പറഞ്ഞപ്പോ എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്, ഇത് ഈ മുത്തശ്ശനെ അടിക്കുന്നൊരു വീഡിയോ. ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ നല്ല രസത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ചിലപ്പം ഭാര്യ ഭർത്താവിനെ അടിക്കുന്ന സാഹചര്യങ്ങൾ, ചവിട്ടുന്ന കാര്യങ്ങൾ, ഇപ്പം ഇറങ്ങിപ്പോന്ന് പറയുന്ന കാര്യങ്ങൾ, പൊയ്ക്കാ പോന്ന് പറയുന്ന, ആട്ടി വിടുന്ന, വഴക്ക് പറയുന്ന എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാവും. ഇത് ഭാര്യയും ഭർത്താവുമായി ജീവിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും. അത് നമ്മളെ വീട്ടിൽ ക്യാമറ ഉണ്ടാകുമ്പോൾ ആ ക്യാമറയിൽ പതിയുമ്പം അത് ഈ രണ്ട് ഗ്യാപ്പിൽ നടക്കുന്ന സംഭവം കട്ട് ചെയ്തിട്ട് അത് നാളെ മറ്റന്നാളോ മക്കൾ വന്നിങ്ങാണ്ട് കണ്ടോ, ഉപ്പയെ ഉമ്മ അടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? അതിന്റെ അവിടെ നടന്ന സംഭവം എന്താണെന്ന് അറിയുന്ന ആകെ അവർ രണ്ടുപേരും പിന്നെ ദൈവമായിരിക്കും. പക്ഷെ അത് കൊണ്ടുവന്നിങ്ങാണ്ട് ഇതിൽ ഇമേജ് ഡാമേജ് ആയത് ആരതാണ്? മുത്തശ്ശിന്റെ ആണോ? ബോധമുള്ളവർക്ക് മനസ്സിലാക്കണം. അത് അവരുടെ ഏതെങ്കിലുമൊക്കെ സമയത്ത് അവര് മീൻ വെട്ടുന്ന സമയത്ത് പോയി കണ്ട് സ്വൈര്യം കെടുത്തുന്ന സമയത്ത് ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ കയ്യിൽ എന്താ കിട്ടും, കല്ല് എത്ര ആൾക്കാർ കിട്ടിയേക്കും, ആരൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് കാണുന്നത്? കല്ലൊക്കെ ചിലപ്പോൾ എറിഞ്ഞിട്ടുണ്ടാവും. ഒരു പണി എടുക്കുമ്പോൾ സ്വൈര്യം കെടുത്തുന്ന പറഞ്ഞാണ്ട് ഇല്ലേ? അത് അവരുടെ അത് അവരുടെ സ്വാതന്ത്ര്യം അവർ ചെയ്യുന്ന, അത് അവരുടെ സ്നേഹിക്കുന്ന ഒരാൾ ചെയ്യുന്ന കാര്യമാണ് അതൊക്കെ. അതൊക്കെ എടുത്ത് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പാരന്റിങ്. നമ്മള് അത് കൊടുക്കുന്നവർക്കും അതില്ല, കൊടുക്കാൻ അറിയില്ല തോന്നുന്നു. ഇവർക്ക് കുറെ സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുന്ന പറഞ്ഞാൽ തോന്നിയമേ നടക്കാനുള്ള ഒരു ഇത് കിട്ടിക്കണമെന്നല്ലാതെ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുടെ എങ്ങനെ സംസാരിക്കുക, വീട്ടുകാരുടെ എങ്ങനെ സംസാരിക്കുക, അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെയും ബാക്കിക്കാരുടെ എങ്ങനെ സംസാരിക്കുക, അതൊന്നും ഇവർക്ക് എങ്ങനെയാണെന്ന് അറിയില്ല, ഇവർക്ക് കിട്ടിയിട്ടില്ല. ഉൾപ്പെടെയുള്ള തെളിവ് തന്റെ കൈവശമുണ്ടെന്നും അവകാശപ്പെടുന്നു. വീണ്ടും ഞാൻ പറയണ കണ്ടന്റ് അല്ലേ? വിവരങ്ങൾ പ്രചരിപ്പിച്ചതിന് നിയമപരമായ നടപടി സ്വീകരിക്കാനുള്ള അവകാശം തനിക്കുണ്ടെന്നും പക്ഷെ കുടുംബത്തിലെ കുട്ടികളെ കൂടി പരിഗണിച്ചാണ് ഇപ്പോൾ കേസ് കൊടുക്കാത്തതെന്നും പറയുന്നു. അമ്മയെ സംരക്ഷിക്കാനാണ് താൻ പരസ്യമായി പ്രതികരിച്ചത്. തെറ്റായ നിങ്ങള് കൊടുക്കണമെങ്കിൽ കൊടുക്കണം, മനസ്സിലായില്ലേ? ഇതിപ്പോ അവർക്കൊരു കുഞ്ഞുകുട്ടിൻ്റെ അതുകൊണ്ട് അവരെ കാരാകാരം പിടിച്ച് ഇതൊന്നുമില്ല, മനസ്സിലായില്ലേ? നിങ്ങളുടെ സ്വഭാവം വെച്ച് നിങ്ങളിത് കൊടുക്കുമായിരുന്നു. ഇത് കൊടുത്തു കഴിഞ്ഞാല് നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിനെക്കാട്ടിലും വലിയ കാര്യങ്ങൾ നിങ്ങൾക്ക് അഗേൻസ്റ്റ് ആയിട്ട് വരും. കാരണം ഒരു വീഡിയോ നിങ്ങൾ വർത്താനം കേട്ടപ്പം വെറുതെ അല്ല, എന്താ പറയാ, അമ്മച്ചി സിന്ധു സിന്ധു എന്ന് പറഞ്ഞ വ്യക്തി ചീത്ത പറഞ്ഞെന്ന് പറഞ്ഞു കണ്ട് വരെ ഇതുണ്ടായിരുന്നു. കിട്ടേണ്ട കുറെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് കിട്ടിയതിന് ശേഷം കിട്ടിയത് ഏറിപ്പോയി കണ്ട് കാര്യമില്ല. നമ്മളൊരു കാര്യം നമ്മളൊരാളുടെ ഒരു മോശക്കാര്യം ചെയ്തു, അല്ലെങ്കിൽ ചെറിയ കാര്യം വലുതോ, ഒരു റോങ് ആയിട്ടുള്ള കാര്യം ചെയ്താൽ നമ്മൾ വിചാരിക്കും ഒരു ചെറിയ കാര്യമല്ലേ എന്ന് വിചാരിക്കും. പക്ഷെ നമുക്കുള്ളിൽ അത് ഇത്തിരി റിയാക്ഷനെ കിട്ടുള്ളൂ. പക്ഷെ അത് അനുഭവിക്കുന്ന ഒരാൾ തരുന്ന റിയാക്ഷൻ അത്രയോ അത്ര ആ അളവിലേ പാടുള്ളൂ എന്ന് ചിന്തിക്കാൻ പാടില്ല. അത് അയാളുടെ സ്വാതന്ത്ര്യമാണ്. നമ്മൾ അയാളുടെ ഒരു സെറ്റ് ചെയ്തു, അയാൾ എങ്ങനെയൊക്കെ അയാൾ റിയാക്ട് ചെയ്യോ അത് അയാളുടെ ഇഷ്ടമാണ്, അത് കൊള്ളുക. പിന്നെ ഓവറായി കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്തേക്ക് നമ്മൾ ഒന്നിനും ഇല്ല എന്ന് പറഞ്ഞ് പോകാതിരിക്കുക, മനസ്സിലായില്ലേ? അല്ലാതെ ഞാൻ ഇതേ ചെയ്തുള്ളൂ അതിന് ഇങ്ങനെ കാട്ടി പറ്റും. രേവതി ഇതിൽ പറഞ്ഞ പോലെ ഞാൻ ഇതിന് ഇത് ചെയ്തിപ്പം അമ്മമ്മ അങ്ങനെ കാണിച്ചത് അങ്ങനെയല്ല, അത് അവർക്കത് വേദനിച്ചു കാണും, അത്രേ ഉള്ളൂ. തൻവിയെ കുറിച്ചാ പറയുന്നത്. തൻവി കുഞ്ഞുങ്ങളുണ്ടല്ലോ, അപ്പൊ അവർക്ക് എതിരെ അടുത്ത പേജിലേക്ക് കടക്കുമ്പോൾ ഒരു സ്ത്രീയെ പ്രത്യേകിച്ച് വിവാഹമോചിതയായ അമ്മയെ സമൂഹം വളരെ വേഗം കുറ്റപ്പെടുത്തുന്ന പ്രവണതയുണ്ടെന്ന് അഹാന പറയുന്നു. മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ യഥാർത്ഥമാണെങ്കിലും തെറ്റുകൾ ന്യായീകരിക്കാനുള്ള കാരണമായി അവ ഉപയോഗിക്കരുതെന്ന് അഭിപ്രായപ്പെടുന്നു. ഇതിപ്പം സന്ധി പറഞ്ഞ പോലെ ഞാനും ആലോചിച്ചിട്ടോ. ഞാനിങ്ങനെ ആലോചിച്ച് കൃഷ്ണകുമാർ ചേട്ടന് എങ്ങനെ അല്ലല്ലോ അടുത്തല്ലേ പോസ്റ്റ് ഇട്ടത് മിഞ്ഞാന്നെങ്ങാനത്തെ, പിന്നിപ്പോ എന്താ? ഞാൻ ആലോചിച്ച് എങ്ങനെ ഇത് കിട്ടുന്നില്ല, ഒരു ഐഡിയയും കിട്ടുന്നില്ല ഇതിനെ കുറിച്ച്. കൊട്ടോ ആരെങ്കിലും പറയാട്ടോ പറഞ്ഞ പോലെ. പിന്നെ മാസാർത്ഥ പേജിലേക്ക് കടക്കുന്നു. മുത്തശ്ശിയുമായി ഉണ്ടായിരുന്ന നല്ല ഓർമ്മകൾ താൻ ഒരിക്കലും മറക്കില്ലെന്ന് ആന പറയുന്നു. എന്നാൽ നിരന്തരമായി മാനസിക പീഡനം കാരണം ഏതെങ്കിലും ഒരു സ്ഥലത്ത് കാലുവെക്ക് കേട്ടോ, അല്ലാതെ നല്ല സ്വഭാവം കാണിക്കല്ലേ. മുത്തശ്ശിയുമായിട്ടുള്ള നല്ല ഓർമ്മകൾ നീ മറന്നിട്ടില്ലായിരുന്നെങ്കിൽ മുത്തശ്ശിയുടെ അടുത്ത് ഇപ്പോഴും നീ ഉണ്ടായനെ. മുത്തശ്ശിയോട് നീ ഇങ്ങനെയല്ലേ സംസാരിക്കുക, നിനക്ക് മുത്തശ്ശിയുടെ ഒരു സ്നേഹമല്ല, നീ വെറുതെ 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 പറയാണ്, മനസ്സിലായില്ലേ?
നല്ല ഓർമ്മകൾ ഉണ്ട് എന്ന് ഇപ്പൊ നിനക്കറിയാം. നിങ്ങൾക്ക് തിന്നിട്ട് എല്ലിന്റെ ഇടയിൽ എന്താ പറയാ മജ്ജ കൂടിന്റെ പ്രശ്നം ഇതൊക്കെ കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇവർക്ക് ഇത് കണ്ടന്റ് ആണ്, ഇവർക്ക് ഇതൊക്കെ ഇവര് പൈസ ജോലി അങ്ങനെയല്ല, ഇവർക്ക് ഇതൊക്കെ ഇവര് ചില യൂട്യൂബേഴ്സിന്റെ പോലെ ആയിപ്പോയതാണ്. അത് എന്തൊക്കെ ചെയ്യാൻ പറ്റുക, ഇവര് പൈസയും കിട്ടിക്കോട്ടെ നമുക്കിപ്പോ ആ മൈൻഡാണ്. ഉളുപ്പിലാണെന്ന് പറയുന്നത്. മുത്തശ്ശിയുടെ കൂടെ നല്ല ഓർമ്മകൾ എനിക്ക് ഉണ്ട്, മറന്നിട്ടില്ല. എന്നിട്ടാണ് നീ ഈ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ഈ പറയുന്നതും. അകന്നു നിൽക്കേണ്ടി വന്നു വരുന്നു. മുത്തശ്ശിയെ നോക്കാൻ മറ്റാരെങ്കിലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും പറയുന്നു. ഒടുവിൽ സത്യം അറിയുന്നവർ തനിക്കൊപ്പം നിൽക്കുമെന്നും തന്റെ സത്യസന്ധതയിൽ വിശ്വാസമുണ്ടെന്നും പറയുന്നു. അകന്നു നിൽക്കുകയാണ്, എന്നാലും ഒരുമിച്ച് ചേർന്ന് ഇത് മുന്നോട്ട് പോകണം, ഓട്ടെ സാരല്ല എന്നൊക്കെ. അങ്ങനൊന്നല്ല. അമ്മയാണ്, അമ്മയുടെ അമ്മയാണ്. ഇത് രണ്ടുപേരും ഓർത്തും നല്ലത്. നാളെ നിങ്ങൾക്ക് ഇപ്പോഴും വയസ്സുണ്ട് കേട്ടോ. നിങ്ങളിപ്പോ ഈ കറുപ്പിച്ചിങ്ങാണ്ട് അങ്ങനെയൊന്നുമല്ല, നിങ്ങൾക്ക് നല്ല വയസ്സുണ്ട്. കാരണം 32 അങ്ങാണ്ട് വയസ്സുള്ള കുട്ടിയുടെ അമ്മയാണ് നിങ്ങളെ സിന്ധു എന്ന് പറഞ്ഞ വ്യക്തി. അപ്പൊ ആ പ്രായം നല്ലോണം നിങ്ങൾക്ക് ഉണ്ട്. നിങ്ങൾ എത്രയൊക്കെ മറച്ചു വെച്ചാലും നല്ല പോലെ അത് കാണിക്കുന്നുണ്ട്, കാണുന്നുണ്ട്. നിങ്ങൾക്കും ഇനി അതുപോലൊരു അവസ്ഥ വരാൻ കിടക്കുന്നുണ്ട് മരിച്ചിട്ടില്ലെങ്കിൽ. അന്ന് നിങ്ങളുടെ ഈ 3 മക്കളുടെ ഏതെങ്കിലും ഒരു കുട്ടി ഇതേപോലെ നിങ്ങൾക്കെതിരെ വരുമ്പോൾ ആ കുട്ടിക്കൊപ്പം മകൾ എന്നുള്ള എന്റെ മകനാണ് അല്ലെങ്കിൽ എന്റെ മകളാണ് എന്നുള്ള മാതൃസ്നേഹം കാണിച്ചെന്നാൽ അവിടെ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ മകളായിരിക്കും. നിങ്ങളുടെ അമ്മയെ നിങ്ങൾ ഓർക്കും കേട്ടോ. അപ്പം ഈ വയസ്സാകുമ്പോഴാണ് ഒരു വ്യക്തി കൂടുതൽ എന്തെങ്കിലും നമ്മളെ കൂടെ ഉണ്ടാകണമെന്ന് ഓർക്കുക. അവർക്കത് അവരങ്ങനെയാണ്. അപ്പൊ കാരണം അവർ ഒന്നാമതൊരു വയസ്സായി, അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കും. തങ്ങളുടെ യൗവനം ആലോചിക്കും, എന്തോരം നടന്ന ആളാണ്, ഇപ്പൊ എനിക്ക് വയസ്സായി, ഇവർക്കൊക്കെ ഇപ്പൊ ഇങ്ങനെ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കും. ഒരുപാട് നമുക്കെല്ലാം ഒരു വയസ്സ് കയറി കഴിഞ്ഞാല് കഴിഞ്ഞ കൊല്ലം ഇങ്ങനെയാണ്, എനിക്ക് 2 കൊല്ലം മുന്നേ ഇങ്ങനെയാണ്, അങ്ങനെ ആലോചിക്കും. അപ്പൊ അവരൊക്കെ എന്തൊക്കെ ആലോചിക്കും. അവർ വയസ്സായിരിക്കണം, ഒരു ഭയങ്കര ഇതിൽ നിൽക്കുന്ന ആൾക്കാർ ഇങ്ങനെ പലതും ആലോചിക്കും. അതൊക്കെ മനസ്സിലാക്കിയത് നിങ്ങൾക്ക് നല്ലത്. അല്ലെങ്കിൽ ഇത് നിങ്ങൾ നാളെ അനുഭവിക്കും. അത് നിങ്ങൾക്കൊരു കുട്ടി വളർന്നു വരുന്നുണ്ട് അവിടെ പിന്നെ ആണുങ്ങൾക്ക് ഇതില്ലല്ലോ. എന്തായാലും ഞാൻ ഇത് പോസ്റ്റ് കണ്ടപ്പോൾ കുറേ കാര്യങ്ങൾ പറയാനുള്ളത് ആണ് പറഞ്ഞു, അത്രേ ഉള്ളൂ കേട്ടോ. ഇഷ്ടംപോലെ അവരെ കുറിച്ച് പറയാനുണ്ട്. ഇവർക്ക് ചില കാര്യങ്ങളുണ്ട്. ഇവര് എന്താ പറയാ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ഇവരെ വീട്ടിൽ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ പെട്ടെന്നൊരു ഏറ്റവും എന്താ പറയാ പബ്ലിക്കായിട്ട് ഭയങ്കര ഇതിൽ നിൽക്കുന്ന ഒരു പ്രശ്നത്തിന്റെ എഗൻസ്റ്റ് ആയിക്കാണ് എല്ലാവരും അനുകൂലിച്ച് നിൽക്കുമ്പോൾ ഇവരെ വീട്ടിൽ നിന്ന് ഒരാൾ എഗൻസ്റ്റ് ആയിട്ട് സംസാരിക്കും. അപ്പൊ ആ എഗൻസ്റ്റ് ആയിട്ട് സംസാരിച്ച ആ വ്യക്തിയെ കുറിച്ച് ഈ വീട്ടിലെ വേറെ ഏതെങ്കിലും ഒരു വ്യക്തി ഈ ചേച്ചിക്കോ അനിയത്തിക്കോ സംസാരിക്കും. മനസ്സിലായില്ലേ? അപ്പൊ എന്താകും, അവർക്ക് വീണ്ടും അവരുടെ വീട്ടിലേക്ക് ഫോക്കസ്ഡ് ആവും. പക്ഷെ ഇവരൊക്കെ അറേഞ്ച് ആക്കരുത് തന്നെയാണ്. ഇവരിനിപ്പം ആഹാന സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ഇവരൊക്കെ കട്ട BJP-ക്കാരാണ്. അത് അപ്പോഴും തീർന്നു പോയി. ഈ വിഷയമാണ് മാറി മറിഞ്ഞിങ്ങാണ്ട് ഇതാകുമെന്ന് വിചാരിച്ച്. പക്ഷെ ക്ലിക്കായില്ലാന്ന് തോന്നുന്നു. അതുകൊണ്ട് പിന്നെയും എല്ലാരും മറന്നൊരു വിഷയം ഒരു പോസ്റ്റിലൂടെ പിന്നെയും വന്നിക്കാണ്. ആരെങ്കിലും ഇപ്പൊ സംസാരിക്കുന്നതായിരുന്നു ഇല്ല, പിന്നെ വെറുതെ വന്നിട്ടേക്ക. എന്താ അവർ പറയുന്നത് പൈസക്ക് വേണ്ടിയില്ല, ഞങ്ങൾക്ക് അതുണ്ട് ഇതുണ്ട്. അല്ല, അതിനു വേണ്ടി തന്നെയാണ്. അല്ലാതെ എന്തിനാണ് വെറുതെ ഇപ്പൊ ഈ പോസ്റ്റ് ഇട്ടത്? അപ്പം ഇത്രേ ഉള്ളൂ. ശരി എന്നാ. ഇങ്ങനെ കണ്ടപ്പോ 2-3 ദിവസമായി പറയാൻ തോന്നിയിട്ട്, പക്ഷെ ആണ് നേരം കിട്ടിയത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ഇടുക. ശരി എന്നാ.